നമസ്കാരം. പ്രധാന വാർത്തകൾ. എടക്കഴിയൂർ നാലാം കല്ലിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. ശനിയാഴ്ചയാണ് ആനയോട്ടം. CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 2024-25 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. മാർച്ച് 20 വരെ എൻട്രികൾ അയക്കാം. വാർത്തകൾ വിശദമായി. എടക്കഴിയൂർ നാലാംകല്ലിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എറണാകുളത്ത് നിന്നും ടവർ നിർമ്മാണ സാമഗ്രികളുമായി വന്ന ദോസ് ഗുഡ്സ് കാരിയർ വാഹനവും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ശിവാലിയ കൺസ്ട്രക്ഷന്റെ ടോറസ് ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ദോസ്ത് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് മുണ്ടൂർ നാമ്പുള്ളിപ്പുര സ്വദേശി അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഏറെ പരിശ്രമിച്ചാണ് അഭിജിത്തിനെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഉടൻ തന്നെ എടക്കഴിയൂർ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കുന്നംകുളം ദയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ദേശീയപാത 66 എടക്കഴിയൂർ അതിർത്തി മുതൽ കഴിഞ്ഞ ദിവസം മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ കൊരട്ടിക്കര സ്വദേശി കണ്ണേലങ്കത്ത് വീട്ടിൽ 53 വയസ്സുള്ള രവി, ബൈക്ക് യാത്രികനായ എരുമപ്പെട്ടി സ്വദേശി കുന്നത്തേരി വളപ്പിൽ 20 വയസ്സുള്ള അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വേലൂർ മേൽത്തണ്ടിലത്ത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആയമുക്ക് റോഡിൽ ഇഞ്ചിക്കാലയിൽ വീട്ടിൽ 64 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് വീടിനകത്ത് ഹാളിൽ ദിവാൻ കോട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട്ടുള്ള മകളുടെ വീട്ടിലേക്ക് ഭാര്യ റിസിയ പോയിരുന്നു. തുടർന്ന് സുലൈമാൻ വീട്ടിൽ തനിച്ചായിരുന്നു. 4 ദിവസമായി ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും എടുക്കാത്തതിനെ തുടർന്ന് മരുമകൻ റഷീദ് വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അനുഭവപ്പെട്ടതായി പരിസരവാസികളും പറയുന്നു. വീടിനുള്ളിലെ ഹാളിൽ ദിവാൻ കോട്ടിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വെള്ളറക്കാടുള്ള പച്ചക്കറി കടയിലെ ജോലിക്കാരനായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. സുഫൈജ, തൗഫിയ എന്നിവർ മക്കളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM അബ്ദുൾ റഷീദ്, വേലൂർ പഞ്ചായത്ത് മുൻ മെമ്പർമാരായ ഷെർലി ദിലീപ് കുമാർ, സപ്ന റഷീദ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിന് ശേഷം കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പട്ടാമ്പി പള്ളിപ്പുറം കൈപ്രമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങൾ, 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു.
സഹസ്രകലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും, ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശകലശവും, ശാന്തിയേറ്റ് കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കരി കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശകലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന നാരായണ നാമജപത്തിന്റെ അകമ്പടിയോടെയായിരുന്നു അഭിഷേകം. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, കെ പി വിശ്വനാഥൻ, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരത്തിനായി എൻട്രികൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTVയുടെ സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസ് തൊഴിലിടത്തിലും മറ്റ് സൗഹൃദ വലയങ്ങളിലും ഏറെ പ്രിയങ്കരനായിരുന്നു. ഗിസ്റ്റോ ജോസിന്റെ സ്മരണയ്ക്കായി സുഹൃത്ത് സംഘം, സ്റ്റോറി ഹബ്, 7 സ്റ്റോറി ടെല്ലേഴ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നത്. ഗിസ്റ്റോ ജോസ് സ്മൃതി പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിനുള്ള എൻട്രികൾ ക്ഷണിക്കുകയാണ്. 2024-25 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത്. മാർച്ച് 20 മുൻപായി എൻട്രികളുടെ യൂട്യൂബ് ലിങ്ക് 98 47 13 75 65 75 59 95 35 52 98 47 74 60 23 എന്നീ വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് അയക്കേണ്ടതാണ്. 1000 രൂപയാണ് മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ഫീസ്. മികച്ച ഷോർട്ട് ഫിലിമിന് 10,000 രൂപയും ബലകവും പുരസ്കാരമായി നൽകും. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച നടൻ, മികച്ച നടി എന്നിവർക്കും ക്യാഷ് പ്രൈസും ബലകവും സമ്മാനിക്കുന്നതാണ്. 12 കാറ്റഗറികളിലായി പുരസ്കാരം വിതരണം ചെയ്യും. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുക. ലഭിക്കുന്ന എൻട്രികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഷോർട്ട് ഫിലിമുകളുടെ സ്ക്രീനിംഗ് മാർച്ച് 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കൂനമുച്ചി കലയിൽ വെച്ച് നടക്കും. ജൂറി തെരഞ്ഞെടുക്കുന്നവർക്കുള്ള പുരസ്കാര വിതരണം ഏപ്രിൽ 5-ന് ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ കുന്നംകുളത്ത് വെച്ച് വിതരണം ചെയ്യും. നമ്മുടെയൊക്കെ ചില ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ ചില സ്നേഹബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അത്തരമൊരു വലിയ സ്നേഹബന്ധം ഒരു സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്ന ശ്രീ ഗിസ്റ്റോൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഒന്നാമത് CCT എന്ന സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കി, അവിടുത്തെ എഡിറ്റിംഗ് കോഴ്സ് പൂർത്തിയാക്കി ക്യാമറാമാനായി ഏറെ കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. നന്മയുടെ ഉറവിടമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഷോർട്ട് ഫിലിമിൻ്റെ മത്സരം വച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ മാത്രമല്ല, മേഖലയിലല്ലാത്ത ആളുകളെ പോലും പെട്ടെന്ന് ആളുകളായിട്ട് അടുക്കുകയും നന്മയുടെ ഒരുപാട് ഭാഗങ്ങളായിട്ട് അവരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മൈൻഡായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അകാലത്തിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രസ് ക്ലബ് ഹാളിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയപ്രകാശ് ഇലവന്ത്രയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഗിസ്റ്റോ ജോസ് സുഹൃത്ത് സംഘം രക്ഷാധികാരി TV ജോൺസൺ, സഹപ്രവർത്തകരും ചലച്ചിത്ര സംവിധായകരുമായ സാജൻ ആന്റണി, ഡോൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിന്റെ 3ാം നില AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 പ്ലാൻ പദ്ധതി പ്രകാരം 63 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, ആർഷ ജിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, EA ദിനമണി, HM PT ലില്ലി, പ്രിൻസിപ്പൽമാരായ PI റസിയ, A വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് P വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലേക്ക്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദ്യകലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വാദ്യകുലപതി പെരുവനം കുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. KB രാജ്, ആനന്ദ് മുഖ്യ അതിഥിയായിരുന്നു. റിട്ടയേർഡ് പ്രിൻസിപ്പൽ കോങ്ങാട് സുകുമാരൻ, പൂർവ്വ വിദ്യാർത്ഥികളായ പാഞ്ഞാൾ വേലിക്കുട്ടി, മച്ചാട് മണികണ്ഠൻ, ഗുരുവായൂർ സേതു, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാഗസ്വരത്തിൽ A ഗ്രേഡ് നേടിയ MK യദുകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ P നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് K ബാഹുലയൻ എന്നിവർ സംസാരിച്ചു.
ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വിദ്യാർത്ഥികൾ അഭിനേതാക്കളായ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം നടന്നു. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സുജിത് രാജൻ, പ്രധാനാധ്യാപകൻ KS സജീവ് എന്നിവർ ചേർന്ന് ചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായ സാജൻ ആന്റണി, ജോസ് മാളിയേക്കൽ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, EMK ജിഷാർ, KV സാംസൺ, ജിനേഷ് നായർ എന്നിവർ സംസാരിച്ചു. ചിത്രത്തിൽ അഭിനയിച്ച വിദ്യാർത്ഥിനികളായ ആദ്യ, വൈശാഖ്, ഗോപിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സജീവ് മാസ്റ്റർക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉപഹാരം ലബീബ് ഹസൻ കൈമാറി. ആദ്യ, വൈശാഖ്, ഗോപിക എന്നിവർക്ക് ഷമീർ ഇഞ്ചക്കാലയിൽ, ജിനാഷ് തെക്കേക്കര എന്നിവർ മൊമന്റോ സമ്മാനിച്ചു. കുന്നംകുളം കേന്ദ്രമാക്കി 1 പതിറ്റാണ്ടിലധികമായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കുന്ന പുതിയ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഹ്രസ്വചിത്രം ഒരുക്കിയത്. ഇരിങ്ങപ്പുറം സ്കൂളിലെ 25ഓളം വിദ്യാർത്ഥികളും ഗുരുവായൂർ ദേവസ്വം സ്കൂളിലെ വിദ്യാർത്ഥിനി ആദ്യ, വൈശാഖ്, ചലച്ചിത്ര സീരിയൽ താരം ഡോണ ശങ്കർ എന്നിവരാണ് ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണിയാണ് 3 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ചവേദിയുടെ ഉദ്ഘാടനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിലുള്ള CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനും കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് വളരെയേറെ വായനക്കാരെ ആകർഷിച്ച കുന്നംകുളത്തുകാരനും പ്രശസ്ത ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവലാണ് ചർച്ച നടത്തിയത്. നന്ദനൻ മേക്കാട് കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവൽ അവതരിപ്പിച്ചു. ബിജു സൈമൺ മോഡറേറ്ററായി. ശ്രീകൃഷ്ണ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ AM റീന, എഴുത്തുകാരിയായ അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ്, സാഹിത്യപ്രേമികളായ അരുൺ ഓലെ, +2 വിദ്യാർത്ഥിയായ ഏഞ്ചൽ ജേക്കബ്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. റീഡേഴ്സ് ഫോറം പ്രവർത്തകരായ കിഷോർലാൽ, സുനിൽ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് BK ഹരിനാരായണൻ ചർച്ചകൾക്ക് മറുപടി നൽകി. റീഡേഴ്സ് ഫോറത്തിനു വേണ്ടി ഡോക്ടർ AM റീന BK ഹരിനാരായണനെ പൊന്നാടയണിയിച്ചു. പുസ്തകാവതരണം നടത്തിയ നന്ദനൻ മേക്കാടിന് മൊമന്റോ സമ്മാനിച്ചു. മാസം തോറും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എഴുത്ത് കഴിയുന്നിടത്ത് അവിടെ ആ എഴുതിയ ആള് മരിക്കുകയും വായനക്കാരൻ ജനിക്കുകയും ചെയ്യുന്നു. ഓരോ പുസ്തകവും ഓരോ തവണ വായിക്കും തോറും അത് ഓരോ പുതിയ പുസ്തകങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പുസ്തകം വായിച്ച് അവർക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് അവരുടെ അഭിപ്രായം, അത് വിമർശനമാണെങ്കിലും പ്രശംസനമാണെങ്കിലും എന്താണെങ്കിലും, ക്രിറ്റിസിസം ആണെങ്കിലും എന്താണെങ്കിലും, അത് ഓരോരുത്തർക്കും ആ പുസ്തകത്തിനെ പറ്റിയിട്ട് ഓരോന്നായിരിക്കും തോന്നുന്നത്. ഗുരുവായൂർ ചാണാശ്ശേരി ദേവി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, കരിങ്കുട്ടിക്കളം, ഉച്ചപൂജ, അന്നദാനം എന്നിവയുണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം താലം വരവ്, വിഷ്ണുമായ കളം എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുതി പൂജയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. മുതിർന്ന അംഗങ്ങളെയും സ്ഥാപക അംഗങ്ങളെയും ആദരിക്കലും തുടർന്ന് ഗാനമേള, നാടൻപാട്ട്, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. 80-ാം വയസ്സിൽ 2 പുസ്തകങ്ങൾ രചിച്ച് സാഹിത്യലോകത്തിന് സമർപ്പിക്കുകയാണ് ബാബു വക്കീൽ. കുന്നംകുളം ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ചുങ്കത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് ബാബു എഴുത്തിന്റെ ലോകത്ത് പുതിയ തലമുറയ്ക്ക് കൂടി പ്രചോദനമാവുകയാണ്. ചെറുപ്പം മുതൽ വായനയും എഴുത്തും ഹൃദയത്തോട് ചേർത്ത് വളർന്ന വ്യക്തിയാണ് ബാബു വക്കീൽ. പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തിന് വെറും വിനോദമല്ലായിരുന്നു, ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വഴി കൂടിയായിരുന്നു. ആ പുസ്തകപ്രേമമാണ് ഇപ്പോൾ 2 പുസ്തകങ്ങളുടെ പ്രകാശനത്തിൽ എത്തി നിൽക്കുന്നത്. മുമ്പേ കടന്നുപോകുന്നവർ ദ മങ്ക് എന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്നത്. കോളേജ് കാലഘട്ടത്തിൽ കലാകൗമുദി, മലയാളം, പശ്ചിമ താരക തുടങ്ങി
വിവിധ മാസികകളിൽ കഥകൾ എഴുതിയിരുന്നു. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചപ്പോഴും തിരക്കുകൾക്കിടയിലും വായനയും എഴുത്തും ഉപേക്ഷിക്കാതെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു. ഈ കഴിവ് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കളും വീട്ടുകാരും നിർബന്ധിച്ചാണ് വൈകിയ വേളയിലും പുസ്തകം എഴുതാനുള്ള കാരണമെന്ന് ബാബു വക്കീൽ പറയുന്നു. 71 മുതൽ തന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി. എൻ്റെ ഇവിടെ വന്നപ്പോൾ CV ശ്രീരാമനും ഐപ്പാറമലും നിരന്തരം കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കഥ എഴുതിയിട്ടില്ലേ, 10,000കണക്കിന് കഥ എഴുതിയിട്ടുണ്ട്. ഓരോ അന്യായങ്ങളും പത്രികകളും കഥകളാണ്. മനുഷ്യ ജീവിതത്തിന്റെ കഥകളാണ് ഞങ്ങളുടെ കോടതിയിൽ ഫയൽ ചെയ്തത്. ഓരോ അന്യായങ്ങളും, ചിലത് ന്യായം ചിലത് അന്യായം, അങ്ങനെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാലത്ത് ഞാനൊരു കഥ എഴുതാൻ തുടങ്ങുന്ന കാലത്ത് ഒരിക്കൽ ഈറ്റ എന്നൊരു ഡോക്യുമെന്ററിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇത് പോയി. മരത്തംകോട് സ്കൂൾ, കുന്നംകുളം ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് സെന്റ് ജോസഫ് കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം എറണാകുളം ഗവൺമെന്റ് മഹാരാജാസ് ലോ കോളേജിൽ നിന്നാണ് അഡ്വക്കേറ്റ് ബിരുദം നേടിയത്. അതിനുശേഷം ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബോംബെ, ബാംഗ്ലൂരു, മദ്രാസ്, മധുരൈ, തിരുച്ചി, തിരുനെൽവേലി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം 1971 നിയമവൃത്തി ആരംഭിക്കുന്നത്. വർഷങ്ങളായുള്ള അഭിഭാഷക ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെയും മനുഷ്യമനസ്സിന്റെ നാനാത്വങ്ങളെയും അടുത്തറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ അനുഭവങ്ങളും യാത്രയിലുടനീളമുള്ള നിരീക്ഷണങ്ങളുമാണ് പുസ്തകങ്ങളിലേക്കുള്ള വഴി തുറന്നത്. ഇന്നും വക്കീൽ പണി ആത്മാർത്ഥമായി തുടരുന്ന അദ്ദേഹം പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ്. 80-ാം വയസ്സിലും സൃഷ്ടിപരമായ ചിന്തയും എഴുത്തിന്റെ ഉന്മേഷവും കൈവിടാതെ നിലകൊള്ളുന്ന ബാബു വക്കീലിന്റെ പുസ്തകങ്ങൾ സാഹിത്യലോകത്തിന് അഭിമാന നിമിഷമാണ്. വായനയോടുള്ള പ്രണയവും എഴുത്തിനോടുള്ള സമർപ്പണവും പുസ്തകമായി പുറത്തിറങ്ങുമ്പോൾ 4 വർഷം മുമ്പ് മരിച്ചുപോയ തന്റെ പ്രിയതമ വത്സ ജോർജിനുള്ള സമർപ്പണം കൂടിയാണ് ഈ പുസ്തകം. മക്കളായ ഗ്രിഗറിയും സുബിനും പിതാവിന്റെ എഴുത്തുവഴികൾക്ക് കൂട്ടാണ്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് CV സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. VK ശ്രീരാമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുംബൈ കടന്നുപോകുന്നവർ എന്ന പുസ്തകം റഫീഖ് അഹമ്മദ് ഫാദർ ബെഞ്ചമിൻ OIC നൽകിയും ദ മങ്ക് എന്ന പുസ്തകം ഡോക്ടർ ഹരികൃഷ്ണൻ TD രാമകൃഷ്ണന് നൽകിയും പ്രകാശനം നിർവഹിക്കും. തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന പട്ടയമേളയിൽ അകലാട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിനും പട്ടയം ലഭിച്ചു. 3 35/1, 47/1 എന്നീ സർവേ നമ്പറുകളിലെ ഭൂമികളിൽ താമസക്കാരായ 30 കുടുംബങ്ങൾക്കും ഇതോടൊപ്പം പട്ടയ വിതരണം നടത്തി. 3 മാസം മുമ്പാണ് അകലാട് അൽസാക്കിൽ വെച്ച് നടന്ന ഗുരുവായൂർ മണ്ഡലം പട്ടയമേളയിൽ സർവേ നമ്പറുകളിലെ 45 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയിരുന്നു. ഇതോടെ പുന്നയൂർ പഞ്ചായത്തിൽ 75 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിച്ചത്. അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജനിൽ നിന്ന് അകലാട് മൊഹിദ്ദീൻ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പട്ടയം ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മുഖ്യാതിഥിയായി. MLA-മാരായ AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, P ബാലചന്ദ്രൻ, MK അക്ബർ, സനീഷ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ലാൻഡ് റവന്യൂ വകുപ്പ് കമ്മീഷണർ KS ജീവൻ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. മന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ പ്രതിഷേധം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചാവക്കാട് പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം പ്രിയ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. രമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP നിഷ, ഉഷ സുനീഷ്, ഇന്ദിര വത്സലൻ, സുനിത ശശി, ഗീതാദേവി എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം ഞായറാഴ്ച നടക്കും. ശനിയാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ക്ഷേത്ര പരിസരത്ത് പതിർവാണിഭം നടക്കും. ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർവാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നു ലഭ്യമാണ്. ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്നും കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിരു കൊടുത്താണ് ഉണക്കമത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേരു വന്നത്. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും. കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാത്രിയിൽ പറയെടുപ്പും തോൽപ്പാവക്കൂത്തും നടക്കുന്നുണ്ട്. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആഘോഷങ്ങൾക്കായി 3 ജില്ലകളിലെ തട്ടകങ്ങൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. വൈദ്യുതി ദീപാലങ്കാരവും കമാനങ്ങളും ഒരുങ്ങി. ശനിയാഴ്ച രാത്രി 8-ന് ക്ഷേത്രത്തിൽ നടപ്പുരമേളവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 44 ഗജവീരന്മാർ അണിനിരക്കും.
കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കെ ദാമോദരന്റെ സ്മരണാർത്ഥം ഗുരുവായൂർ കെ ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2024-25 വർഷങ്ങളിൽ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള നാടക കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും സമ്മാനിക്കും. കൃതികളുടെ 4 പകർപ്പുകൾ മാർച്ച് 25 മുമ്പ് സെക്രട്ടറി കെ ദാമോദരൻ അക്കാദമി, എടപ്പള്ളി റോഡ്, ഗുരുവായൂർ 680101 എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 77 19 60 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി ധൂമപ്രദക്ഷിണം നടന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ധൂമപ്രദക്ഷിണം. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ ചടങ്ങ് ഭാരത ക്രൈസ്തവർക്കിടയിൽ മറ്റെവിടെയും ഇല്ലാത്തതാണ്. നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്നതാണ് ഈ പരിഹാര പ്രദക്ഷിണം. ചിറ്റാറ്റുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട്. അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ദൈവകോപമാണ് വസൂരി പോലുള്ള സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കോട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രൂട്ട് ഫെസ്റ്റ് 2K26 ശ്രദ്ധേയമായി. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും പഴങ്ങളുടെ ഗുണങ്ങളും കഴിക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കാനും ആയാണ് ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വാഴപ്പഴം, മാതളം, സ്ട്രോബെറി, ചക്ക തുടങ്ങി വൈവിധ്യമാർന്ന പഴങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരോഗ്യം നമ്മുടെ സമ്പത്ത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ G. ജോർജ്, അധ്യാപകരായ നിസ വർഗീസ്, KTCC, ലിനറ്റ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന് KSFEയുടെ സ്നേഹസമ്മാനം. മികച്ച പരിശീലനം നൽകി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന വിദ്യാലയത്തിന് പോൾ വാൾട്ട് ഹൈജംപ് പരിശീലനത്തിനായി KSFE ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചു. മികച്ച കായിക ഉപകരണങ്ങളുടെ അപര്യാപ്തതയിലും സംസ്ഥാനതലത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ച് ശ്രദ്ധേയരായ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായാണ് ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചത്. കുട്ടികൾക്ക് പരിശീലനത്തിനായി മികച്ച കായിക ഉപകരണങ്ങൾ സാധ്യമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസും കായികാധ്യാപിക സിന്ധു ടീച്ചറും PTA നടത്തിയ പരിശ്രമത്തിന്റെ ഫലപ്രാപ്തിയുടെ ഭാഗമായാണ് KSFEയുടെ സ്നേഹസമ്മാനം. സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിൻ്റെ ആദ്യ ചുവട് എന്ന നിലയിലാണ് ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചത്. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ശുഭ ചാക്കോ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, സ്റ്റാഫ് പ്രതിനിധി ദീപ ടീച്ചർ, PTA പ്രസിഡന്റ് AK ഷുക്കൂർ, സിമി ബൈജു എന്നിവർ സന്നിഹിതരായി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ MJD സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ജനറൽ മെഡിസിൻ, പൾമണോളജി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ന്യൂറോളജി, ENT, ഓങ്കോളജി, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും. സൗജന്യ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും ലഭ്യമാകും. ഫാദർ ജോസഫ് ജോസ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജിസ് ജോൺസൺ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഗ്രിഗോറിയൻ കെയർ എന്ന സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് പദ്ധതി മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്യും. PC കുഞ്ഞാത്രി ടീച്ചർ എൻഡോവ്മെന്റ് അവാർഡ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന മോളി ബാബുവിന് നൽകി ആദരിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കയ്യേറ്റത്തെ പ്രതിഷേധിച്ച് ചാലിശ്ശേരിയിൽ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സഹകരണ ബാങ്കിന്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം KA പ്രയാൺ, ലോക്കൽ സെക്രട്ടറി വിജയമ്മ ടീച്ചർ, PB സുനിൽകുമാർ, KA ശിവാസ് എന്നിവർ സംസാരിച്ചു. കോലഞ്ചേരി കാൽവറി പ്രെയർ ഫെലോഷിപ്പിന്റെ പ്രതിമാസ സുവിശേഷ യോഗം മാർച്ച് 1 ഞായറാഴ്ച കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ നടക്കും. റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ PM സ്ലീബ സന്ദേശം നൽകും. വാഹന സൗകര്യവും ഉണ്ടാകും. ഇനി മുതൽ എല്ലാ 1-ാം ഞായറാഴ്ചയുമാണ് പ്രതിമാസ സുവിശേഷ യോഗം നടക്കുക എന്ന് കാൽവറി പ്രെയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു.
ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ സർവം AI മയം എന്ന വിഷയത്തെ ആസ്പദമാക്കി രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പഠനരീതിയിൽ AIയുടെ സ്വാധീനം, ഗുണദോഷങ്ങൾ, സുരക്ഷിത ഉപയോഗം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളായ അദ്രിനാഥും സഫയും വിശദീകരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പഠനത്തിനായി AI ടൂളുകളുടെ ഫലപ്രദമായ ഉപയോഗിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും നൽകി. PTA പ്രസിഡന്റ് രജീഷ് കുമാർ, ലിറ്റിൽ കൈറ്റ്സ് മെമ്പർമാരായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. LC ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ വിജയമ്മ ടീച്ചർ, ആനി വിനു, ധന്യ സുരേന്ദ്രൻ, ഉദയകുമാരി എന്നിവർ നേതൃത്വം നൽകി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ മുതിർന്ന പത്രപ്രവർത്തകരെ ആദരിച്ചു. തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി, രക്ഷാധികാരി വീരാവുണ്ണി മുള്ളത്ത് എന്നിവരെയാണ് ആദരിച്ചത്. അനുമോദന സമ്മേളനം പാലക്കാട് ജില്ലാ രക്ഷാധികാരി C. മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KG സണ്ണി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുഖ്യാതിഥിയായി. ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, മേഖലാ സെക്രട്ടറി വീരകുമാർ, ശിവപ്രസാദ്, മുഹമ്മദ് റഹീസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ KK സേതുമാധവന്റെ മാതാവും സിദ്ദിഖ് പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന പരേതനായ കണ്ണൻ കേരൻ കൃഷ്ണൻ മാസ്റ്റർ ഭാര്യയുമായ മീനാക്ഷി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മധുസൂദനൻ, ശാന്താഭായ്, കുശുമജ, ഭാല, താരാഭായ്, തുളസിഭായ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. എടക്കഴിയൂർ 4-ാം കല്ലിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. ശനിയാഴ്ചയാണ് ആനയോട്ടം. CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 2024-25 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. മാർച്ച് 20 വരെ എൻട്രികൾ അയക്കാം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.